ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം, സുഖല്ലേ? അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്, ഓൾ ഇന്ത്യ ബൈക്ക് യാത്ര. ഞാനിപ്പോൾ തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂർ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി എനിക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ട്, അതുപോലെ പാലക്കാടും പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ പാലക്കാട് വഴി, തൃശ്ശൂർ ഇപ്പോൾ ഉള്ളത് പാലക്കാട് വഴി നമ്മൾ കോഴിക്കോടേക്കാണ് പോകുന്നത്. കോഴിക്കോടാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം എന്നിട്ട് പിറ്റേന്ന് രാവിലെ അവിടുന്ന് നേരെ മംഗലാപുരം ആ ഭാഗത്തേക്ക് പോകും. മംഗലാപുരം പൂനെ ആ വഴി അങ്ങ് കയറി പോകാനാണ് പ്ലാന്. ഈ യാത്രയുടെ വീഡിയോസ് വരും ദിവസങ്ങളിൽ നമ്മളെ ചാനലിൽ വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി, അതായത് വൈകിട്ടാണ് ഇറങ്ങിയത്. അപ്പം ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കുതിരാൻ ടണലിൻ്റെ അടുത്താണ്. ഈ കാണുന്നതാണ് കുതിരാൻ ടണൽ. കൊച്ചി സേലം ഹൈവേ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് കൊച്ചി എടപ്പള്ളി മുതൽ സേലം വരെ പോകുന്ന ഒരു റോഡാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നേരെ പോയിട്ടുണ്ടെങ്കിൽ പാലക്കാട് എത്തും. പാലക്കാട് നിന്ന് നമ്മൾ കോഴിക്കോട് റൂട്ട് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാത്രിയാണ് സമയം. നമ്മൾ സ്റ്റേ പ്ലാൻ ചെയ്തിരിക്കുന്നത് കോഴിക്കോടാണ്. അപ്പോൾ നമുക്ക് ഈ രാത്രി ആയതുകൊണ്ട് തന്നെ കുറച്ച് കാഴ്ചകളൊക്കെ അതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പാലക്കാടെത്തി. പാലക്കാട് ലുലു മാളാണ് കാണുന്നത്. ഇവിടെ ഒരു ക്രോസ് റോഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റ് ക്രോസ് റോഡ് എന്നാണ് അതിൻ്റെ പേര്. കോഴിക്കോട് പാലക്കാട് ഹൈവേ ആണിത്. ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ടൊരു എൻജിൻ, പഴയ എൻജിന് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പെയിൻ്റൊക്കെ അടിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എൻജിൻ മോഡൽ KTA 1150L എന്ന് പറയുന്ന എൻജിൻ മോഡലാണ്. മേക്ക് KCL എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് 1693 kg ആണ്. പിന്നെ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ സ്പീഡാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പാലക്കാട് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു മനോഹരമായ ബോർഡും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വണ്ടി ഞാൻ ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് വെച്ചത്. ഇനി കോഴിക്കോട് എത്തണമെങ്കിൽ ഏകദേശം ഒരു 3 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വെച്ച് പിടിക്കാം കോഴിക്കോടേക്ക്. അപ്പോൾ നമ്മൾ മണ്ണാർക്കാട് എത്തി. പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന വലിയൊരു ടൗണാണ് മണ്ണാർക്കാട്. അടുത്തൊരു വലിയ ടൗൺ വരുന്നത് പെരിന്തൽമണ്ണയാണ്. ഇപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കറക്റ്റ് 2 മണിക്കൂറാണ് കോഴിക്കോടേക്കുള്ളത്. പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷനാണിത്. അത്യാവശ്യം തിരക്കുള്ളൊരു ജംഗ്ഷനാണ്. ഈ ഭാഗത്തേക്കാണ് കോഴിക്കോടേക്ക് പോകേണ്ടത്. നമ്മളിപ്പം കൊണ്ടോട്ടി എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 45 മിനിറ്റ് കൊണ്ട് നമ്മൾ കോഴിക്കോട് എത്തുമെന്ന് വിചാരിക്കാം. കോഴിക്കോടെത്തി. നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങിയത് കുറച്ച് ലേറ്റായിട്ടാണ്. അതുകൊണ്ട് തന്നെ നൈറ്റായിപ്പോയി. കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നാളെ നമ്മൾ രാവിലെ തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.